ഇന്ന് എന്തൊക്കെയോ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. God is going to do great things today. ആമേൻ. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ബസ് കയറി മഴ നനഞ്ഞ് വെയിലുകൊണ്ട് ഒക്കെ ഈ ആരാധനയ്ക്ക് വേണ്ടിയാണ് നാം വന്നിരിക്കുന്നത്. We come from distant places, fighting the sun and wind and rain and all these things. We have come to praise God. ഇതെല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. God is watching all of these things. നമ്മെ കാണുന്ന ഒരു നല്ല കണ്ണ്, A good eye that is watching you. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ഹൃദയം, A heart that is working for us. ആ യേശു നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. That Jesus is here in our midst. ആമേൻ. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, Book of Jude chapter 1 verse 24, when we read, ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. യൂദ 1:24. Jude 1 verse 24. വീഴാതെ വണ്ണം തന്റെ മഹിമാ സന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ. ആമേൻ. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ പരിപാലനം അല്ലെങ്കിൽ സംരക്ഷണം എന്നുള്ളതാണ്. Today I'm going to preach to you about God's protection or care. ആമേൻ. He is the God who protection. അവൻ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവമാണ്. He is a God who protects us. ആമേൻ. ദൈവം പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ ആനന്ദത്തോടെ വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായത്. God protected us. That is why we are able to come here and with joy we are able to praise Him. മനുഷ്യന്റെ പ്രൊട്ടക്ഷൻ ഒരു പരിധി വരെയുള്ളൂ. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ പരിധിക്കും ചിന്തയ്ക്കും അപ്പുറത്താണ്. Human protection has its own limits, but God's protection, it goes beyond our thoughts and everything that we can do. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ പുറകോട്ടൊന്ന് ആമേൻ എന്ന് നമ്മുടെ ഹൃദയം ഒന്ന് ഓടിപ്പോകാമെങ്കിൽ ദൈവം ഏതെല്ലാം മേഖലകളിൽ നമ്മെ സംരക്ഷിച്ചു, നമ്മുടെ തലമുറയെ ദൈവം എവിടെ സംരക്ഷിച്ചു, നമ്മുടെ ഫിനാൻസ് മേഖലകളിൽ, നമ്മുടെ ആരോഗ്യത്തിന്മേൽ ആമേൻ ദൈവം സംരക്ഷിച്ച സംരക്ഷണം വളരെ വലുതാണ്. While sitting here, if we look back into the areas where God protected you, in your finances, in your health, your children, every area of your life, we can think about all the places where God protected us. അവൻ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തനാണ്. He protects us without letting us stumble or allowing us to fall. Amen. Number 1, God is able to keep us from stumbling. അവൻ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. God is able to keep us from stumbling or falling. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ കാല് തന്നമായിരുന്നു. ഇങ്ങോട്ട് കേറിയപ്പോൾ കേറാൻ പറ്റാതെ വന്നായിരുന്നു. പക്ഷേ അവൻ നമ്മെ സൂക്ഷിച്ചു. This morning we could have slipped. It could have been possible that we could not get up, but God protected us. ആമേൻ. അവൻ നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. He is a God who protects us. ഹല്ലേലൂയ. Amen. 121-ാം സങ്കീർത്തനം 3-ാം വാക്യം പഠിക്കുമ്പോൾ, Psalms 121 verse 3, when we study, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. He keeps your foot from falling. He who keeps you will not slumber nor sleep. ദൈവത്തിന്റെ ഒരു ആമേൻ ഒരു പ്രത്യേക ഒരു പ്രോമിസ് ആണ്. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കുകയില്ല. It is a God's special promise that He will not allow your feet to stumble. Spoke to the Lord. എന്റെ പ്രസംഗത്തിന്റെ പ്രാസവും പോയിന്റിനെക്കാട്ടിൽ വലുതാണ് അങ്ങയുടെ ആത്മാവ് ഇവിടെ ഇറങ്ങുക എന്നുള്ളത്. More than my sermon, my preaching and the points, it is more important that your power of the Holy Spirit should come down. അന്ന് രാത്രിയിലെ മീറ്റിംഗിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഉണ്ടാകുകയും അവൻ
10 പേര് സ്നാനത്തിന് വേണ്ടി മുമ്പോട്ട് വരികയും ചെയ്തു. That night, the power of God descended very powerfully, and 10 people decided to get baptized. ഇന്ന് രാവിലെ അവരുടെ സ്നാനം അവിടെ നടക്കുവാൻ ഇടയായിട്ട് This morning, they are being baptized there. ദൈവശക്തി എവിടെ ഇറങ്ങുമോ അവിടെ അസാധാരണമായ വിടുതലുകൾ നടക്കും. Where the power of the Lord comes down, unnatural miracles start happening. വചനവും പരിശുദ്ധാത്മാവും ഒന്നിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മളിൽ സംബന്ധിപ്പാൻ ഇടയായിത്തീരും. When the word and the power of the Holy Spirit comes together, great changes happen in this place. ശത്രു നിന്നെ തെള്ളിയാലും വീഴാതെ നിന്നെ പിടിച്ചിരിക്കുന്ന ഒരു കരമുണ്ട്. അതെന്റെ യേശുവിന്റെ കരമാണ്. Even if the enemy pushes you, there is a hand that holds you from falling down. That is the hand of God. അവൻ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. He will not allow you to stumble and fall. നിന്നെ കാക്കുന്നവൻ മയങ്ങുന്ന ദൈവമല്ല. The God who keeps over you, he does not sleep. ആമേൻ. Amen. നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല. He that watches over you will not slumber or sleep. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ Acts of Apostles chapter 16 verse 7, when we read, ഒരു ജയിലർ അവിടെ ഉറങ്ങുന്നത് കാണുവാൻ കഴിയും. we can see that a jailer is sleeping. അവൻ പൗലോസിനെ കാരാഗൃഹത്തിൽ ഇട്ടിരിക്കുമ്പോൾ When Paul is kept in the prison, അവനെ നോക്കുന്ന ഒരു കാരാഗൃഹ പ്രമാണി, there is a prison master who is watching over him. അവൻ ഉറങ്ങുകയാണ്. He is sleeping. എന്നാൽ പൗലോസ് അവിടെ കരമടിച്ചല്ല വാ തുറന്ന് കർത്താവിനെ ആരാധിച്ചു. But Paul is opening his mouth, he's praising God. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ While he is worshiping, അവിടെ വലിയൊരു ചലനമുണ്ടായി. a great move happens. അവിടെ എഴുതിയിരിക്കുന്നു കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. The prison master, he woke up from his sleep. കാരാഗൃഹ പ്രമാണി ഉറങ്ങുമ്പോഴും Even when the prison master is sleeping, അയാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. he has nothing to lose. കാരണം അയാളുടെ ആരുമല്ല പൗലോസ്. Because Paul is nobody to him. പൗലോസും കാരാഗൃഹ പ്രമാണിയുമായിട്ട് ഒരു ബന്ധമില്ല. Paul has no relationship with the prison എന്നാൽ master. പൗലോസുമായി നിരന്തര ബന്ധമുള്ള ഒരുവനുണ്ട്. But there is someone who has a constant relationship with Paul. അവന്റെ പേര് നസറേനായ യേശു. His name is Jesus of Nazareth. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, Each one of us should നാം understand. കഷ്ടത്തിലാകുമ്പോൾ When I am in trouble, കൂടെ ഇരിക്കുന്നവർ ഉറങ്ങിപ്പോകും, കൂടെ ഇരിക്കുന്നവർ കുഴഞ്ഞു പോകും, ക്ഷീണിച്ചു പോകും. എന്നാൽ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഒരിക്കലും നമ്മെ വിട്ടുപോകത്തില്ല. ആ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. people around us, when we are in trouble, they may be tired, they may fail, they may sleep. But God who said to us, "Lo, I am with you till the end of time. His presence will be with you. He will stand with you." ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കും. The eyes of the Lord are looking at us at all നാം times. ഇടറി വീഴാതെ നമ്മെ സൂക്ഷിക്കുന്ന വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. God has promised us that He will not let us stumble or fall. നാം പലപ്പോഴും പാപത്തിലും ഡിസ്കറേജിലും സംശയത്തിലും വീഴാൻ സാധ്യതയുള്ളവരാണ്. എന്നാൽ യേശുവിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. There is always a possibility that we may stumble and fall before sin, before doubts, before depressions. But God is a God who holds our hand in the midst of all those ഈ problems. കർത്താവിന്റെ കരം The hand of God, നമ്മെ താങ്ങി പിടിച്ചിരിക്കുന്നു. He upholds us. ഞാൻ കുറെ നേരം സോളമന്റെ കയ്യിൽ പിടിച്ചാൽ For a lot of time, if I hold his hand, ഞാൻ പറയും എന്റെ ഈ കൈ കഴയ്ക്കുന്നത്. my hand is getting tired. ചിലപ്പോൾ ഞാൻ ഈ കൈ മാറ്റി ഇങ്ങനെ പിടിക്കും. I will change my hand. ഈ രണ്ട് കൈയും കഴയ്ക്കും. Both my hands will become tired. എപ്പോഴാണ് ഈ കൈ കഴയ്ക്കുന്നത്? When does this hand get tired? നമുക്കൊരു തോന്നൽ വരും, ഞാൻ ഇങ്ങനെ താങ്ങി വെച്ചിരിക്കുന്നതുകൊണ്ട് എന്റെ കൈക്ക് ഒരു വേദന ഉണ്ടെന്ന് മനസ്സിൽ വരുന്തോറും ഈ കൈക്ക് വേദന കൂടിക്കൊണ്ടിരിക്കും. I'll have a thought in my mind that because I'm upholding him, there is a pain in my hand. As soon as I start thinking about it, the pain starts increasing. എന്നാൽ നമ്മുടെ കർത്താവിന്
But for our God, ഒരു വേദനയുമില്ല. there is no pain. കാരണം തന്റെ ജീവൻ നമുക്ക് തരാൻ മടിക്കാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. Because he gave his life for us freely, that is why he will do anything for us. നമ്മൾ പോകുന്ന വഴി The way in which we go, ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും it will be difficult. അവൻ നമ്മെ നീതിയുടെ പാതയിൽ നമ്മെ നടത്തുവാൻ ശക്തനാണ്. He will lead us in the paths of righteousness. ഇന്ന് സങ്കീർത്തനത്തിൽ നിന്ന് നാം അതാ കേട്ടത്, നമ്മെ ഓരോരുത്തരെയും അവൻ നീതിമാനാക്കി തീർത്തിരിക്കുന്നു. That is what we heard from Psalms today. He has made us righteous. ഹല്ലേലൂയ. Hallelujah. ഈ ദൈവം നമ്മളെ പരിപാലിക്കാനുള്ള കാരണം, ഒന്ന് അവൻ ശക്തനാണ്, രണ്ട് അവൻ സ്നേഹമുള്ളവനാണ്. The reason for him protecting us, one is because he is powerful, two because he is a loving God. അവൻ ശക്തനാണ്. He is powerful. രണ്ട്, അവന് സ്നേഹമുണ്ട്. Two, he is a loving God. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാളും കർത്താവ് അവൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കും. More than the love of a wife for her husband, God loves each one of അവൻ us. ദൈവത്തിന്റെ സ്നേഹം ആർക്കും അളക്കുവാൻ കഴിയുകയില്ല. We cannot measure the love of God. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലരുടെ സ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ട് വേദനപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. In your lifetime, maybe you may be in pain because you lost the love from someone, but God loves you even more than that. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. We are not alone. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവൻ നമ്മോട് കൂടെയുണ്ട്. He is with us always. ഇന്നലെ ഒരു തമിഴ് സഹോദരൻ മിനിഞ്ഞാന്ന് എന്നോട് പറഞ്ഞു, Day before yesterday, a Tamil brother told me, അയ്യാ വാതിലൂടെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അയ്യായുടെ കൂടെ രണ്ട് വെള്ള ഉടുപ്പിട്ട ആളുകൾ നിൽക്കുന്നത് ഞാൻ പാത്തു എന്നോട് പറഞ്ഞു. he said to me that, Ayya, when you come to the stage, when you come from the door to the stage, I saw two people standing in white robes next to you. അത്ര എനിക്ക് ഇച്ചിരി ഗമയൊക്കെ കൂടി. That time I became a little more powerful. ഞാൻ ചിന്തിച്ചു, എന്റെ കൂടെ ഏതോ ദൂതന്മാരായിരിക്കും ഉള്ളത്. I thought that there may be some angels with me. നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഒറ്റയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഒരു ദൂതൻ ഉണ്ടായിരിക്കും. You may think that you are walking alone, but with you there is always angels. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ടായിരിക്കും. The presence of God is upon you. അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. He is a God who works miracles. ഹല്ലേലൂയ. Hallelujah. അവൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്, What we can see is, ഈ വാഗ്ദത്തം നമുക്കുണ്ട്, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. we have this promise that I will be with you always. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. That time we will have a confidence. നല്ല സമാധാനം കിട്ടും. We will have peace. നല്ല ധൈര്യം കിട്ടും. We will have courage. അവൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. He is with you always. നാം മാത്യു ചാപ്റ്റർ 14 പഠിക്കുമ്പോൾ, When we study Matthew chapter 14, യേശു ഒരാളിനെ കൈ നീട്ടി പിടിക്കുന്നു. Jesus put out his hand and caught someone. വള്ളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, The person who is in the boat, അവൻ വെള്ളത്തിലേക്ക് ചാടുകയാണ്. he went into the water. അവൻ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ When he went into the water, അവൻ താഴുവാൻ തുടങ്ങി. he started drowning. ആ വ്യക്തിയുടെ പേര് പത്രോസ്. His name is Peter. അവൻ വെള്ളത്തിലേക്ക് വെച്ചു. When he stepped into the water, അവൻ താഴാൻ തുടങ്ങിയപ്പോൾ when he started drowning, യേശുവിന് പറയാമായിരുന്നു, Jesus could have said, നീ മുങ്ങിച്ചാകെ. you drown and die. കർത്താവ് പറഞ്ഞില്ല. Jesus did not say കർത്താവ് that. തന്റെ കരം കൊടുത്തു. Jesus put out his hand. അവനെ പിടിച്ചിട്ട് പറഞ്ഞു, He held on to നീ it. എന്തിനു ഭീരുവാകുന്നു? Why are you in disbelief? I am with you. ഞാൻ നിന്റെ കൂടെയുണ്ട്. I am with you. നിങ്ങളുടെ ജീവിതത്തിൽ In your life, അവൻ സഹായിക്കാമെന്ന് പറഞ്ഞ ഒരുവൻ, the person who said he will help you, നിങ്ങൾ കാണിച്ചത് തെറ്റാണെങ്കിലും, നിങ്ങൾ കാണിച്ചത് മണ്ടത്തരമാണെങ്കിലും, നിങ്ങൾ ആ കാല് വെച്ച് താഴാൻ പോകുന്നത് കണ്ടിട്ട് കരയെ നിൽക്കുന്ന വേറെ കുറെ പത്രോച്ചന്മാര് പറഞ്ഞു കാണും, അവന്റെ അഹങ്കാരം മുങ്ങട്ടെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അവൻ എന്നിൽ വിശ്വസിച്ചത് കൊണ്ട് അവന്റെ കരത്തിൽ ഞാൻ പിടിക്കും. when you stepped into the water, what you did may be a foolish decision. There will be people standing outside saying this is his pride. But Jesus said, because he put his faith on me, I will put out my hand and pull him out of the water. ഹല്ലേലൂയ. Hallelujah.
നാം ഒരു കാര്യം ഓർത്തോണം. We should remember one നാം thing. വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ When we stand in faith, നാം കാറ്റിനെയും കടലിനെ നോക്കിയാൽ നാം താഴും. ക്രൂശിക്കപ്പെട്ട യേശുവിനെ നോക്കിയാൽ നിങ്ങളുടെ വിശ്വാസം നിമിത്തം നിങ്ങൾ താണുപോകത്തില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. if you look at the wind and water, you will drown. But if you look at the crucified Christ, you will keep moving on. You will move ahead. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽ നിങ്ങൾ പിടിച്ച വിശ്വാസം അത്ഭുതമായി ദൈവം മാറ്റാൻ പോകുന്നു. The faith that you held on to this morning, God is going to transform it into a miracle. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. Nothing is impossible for God. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. Everything is possible for God. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കർത്താവ് വരാറായതുകൊണ്ട് നമ്മുടെ വിശ്വാസം വിട്ടുകളയരുത്. വിശ്വാസത്തിൽ നാം അടിയുറച്ച് നിൽക്കുന്നവരാകണം. Our Lord is coming soon, so don't abandon your faith. Don't sell your faith. Hold on to that faith. ആമേൻ. Amen. എല്ലാവരും പറയുന്ന ഒരു വേർഡുണ്ട്, പക്ഷേ തുടങ്ങിയപ്പോൾ നല്ല ഫെയ്ത്ത് ആയിരുന്നു. ഇതിന്റെ ആഴത്തിലോട്ട് പോയപ്പോൾ, പ്രശ്നത്തിന്റെ കാഠിന്യത്തിലോട്ട് പോയപ്പോൾ വിശ്വാസത്തിൽ ഷിവർ ചെയ്യാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇതിന്റെ അവസാനം അവൻ ദുഃഖകരമായി തീരുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴും അതിന്റെ അവസാനം ഒരു നല്ല റിസൾട്ട് ആക്കി സ്വർഗത്തിലെ ദൈവം അത് മാറ്റാൻ പോകുകയാണ്. Many people say, Pastor, we started with great faith, but when we went into it in depth, a lot of problems came and we started wavering in our faith. But God is a God who leads us in such a way that in the end, instead of sorrow, He will lead you to a good result. Hallelujah. Amen. ദൈവത്തിന്റെ കരം വീഴാതെ വണ്ണം അവൻ തന്റെ സന്നിധിയിൽ നമ്മെ നിർത്തും. ഇന്ന് രാത്രി, ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്കൊരു ദോഷം വരാതെ, നിങ്ങൾക്കൊരു നഷ്ടം വരാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ ഇടവരാതെ അവൻ തന്റെ ബലമുള്ള കരം കൊണ്ട് അവൻ നിങ്ങളെ പിടിച്ച് നിർത്തുന്ന, ഉയർത്തുന്ന ദൈവമാണ്. The hand that is holding on to you, He is not one who will let you fall. He will not let you be ashamed in front of people. He will not let you put your head down in front of those people, in front of failure. He will hold on to your hand and He will lead you. Hallelujah. Hallelujah. Number 2, അവൻ നമ്മെ ദൈവം മുമ്പാകെ കുറ്റമില്ലാത്തവരായി നിർത്തുന്നു. He makes us stand faultless before God. Amen. Jesus presents us blameless before God. അവൻ നമ്മെ ദൈവത്തിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവരായി, ആമേൻ, വിശുദ്ധിയോടെ അവൻ നമ്മെ നിർത്തുന്ന ദൈവമാണ്. He presents us blamelessly and faultlessly in the presence of God. കൊലോസ്യർ 1:22 പഠിക്കുമ്പോൾ, Colossians 1:22, when we study, നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നു. It says that when He is presenting you blamelessly and faultlessly, and for that He paid a price. നമ്മുടെ എഫർട്ട് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ല കുറ്റമില്ലാത്തവരായി തീരുന്നത്. യേശുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്താലാണ് നാം കുറ്റത്തിൽ നിന്ന് വിമുക്തരായി മാറുന്നത്. It is not because we paid a price or we made some effort, but because of the price that was paid on the cross of Calvary, we are being made blameless. നമ്മുടെ പിതാവ് നമ്മെ എങ്ങനെയാ കാണുന്നത്? How does our Father see us? അതാണ് നമ്മുടെ ഐഡന്റിറ്റി. That is our identity. നിങ്ങൾ എന്നെ കാണുന്നതല്ല എന്റെ ഐഡന്റിറ്റി. എന്റെ കർത്താവ് എങ്ങനെ കാണുന്നു അതാണ് എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. What you see about me is not my identity. What my Father sees about me is my identity. നമ്മളെ കുറിച്ച് മനുഷ്യരും പിശാചും പറയുന്നതല്ല, ദൈവം പറയുന്നതാണ് ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നു. Our testimony is not what people or Satan is talking about you. What God says about you, that is your testimony. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മെ വിശുദ്ധനായി കാണുന്നത് കൊണ്ട്
ആ വിശുദ്ധിയിൽ ജീവിക്കണം. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God sees you as a holy people. That is why we should live a holy life. കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം ഭയങ്കരം, ക്ഷമ ഭയങ്കരം, നമ്മൾ ചെയ്ത തെറ്റ് മറക്കുന്നത് ഭയങ്കരം. ഇതെല്ലാം ഭയങ്കരമാണ്. The forgiveness that He's giving us, the way He forgets our sins, the love that He gives us, it is all beyond our understanding. It is great. അവൻ മുടിയനായ പുത്രനെ നാം മനസ്സിലാക്കുമ്പോൾ, When we look at prodigal son, അവന്റെ അപ്പൻ ഉണ്ടാക്കിയതെല്ലാം അവൻ നഷ്ടപ്പെടുത്തി. he wasted away everything that his father എന്നാൽ അവൻ അപ്പന്റെ ഭവനം വിട്ടുപോയി. he left his father's house. എന്നാൽ അവൻ മടങ്ങി വന്നപ്പോൾ, But when he came back, അപ്പനിൽ ഒന്നാമത് കണ്ടത് forgiveness ആണ്. the first thing that father gave him was forgiveness. അവന് ക്ഷമിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. He had a heart that forgave. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്ഷമിക്കാൻ പറ്റുമോ? Can I ask you, can you forgive? ക്ഷമിക്കുന്ന ഹൃദയം, A heart that forgives. പലപ്പോഴും നമ്മൾ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാലും അത് ക്ഷമിക്കുന്ന നിലയിൽ ആയിരിക്കത്തില്ല. ചില പുറമേയുള്ള വാക്കുകൾ കൊണ്ട് അവസാനിക്കുന്നു. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്റേണലായിട്ട് ആഴത്തിൽ നിന്ന് ക്ഷമിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. Even when we say that we forgive, we just use words, but internally we are not forgiving that person. That is not what God desires. We should be able to remove that completely from our heart. Forgiveness എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. Forgiveness is not a small thing, it's a great thing. നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു കാര്യം മതി പ്രശ്നവും ക്ഷമിക്കപ്പെടാതെ ജീവിക്കുന്നു. Small problems in our life creates big problems and unforgiveness. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഞാൻ മീറ്റിങ്ങിന് ഈ കഴിഞ്ഞ സെമിനാറിന് വന്നിട്ട് പാഷ എന്നെ കണ്ടിട്ട് മുഖം മറച്ചു പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ ബ്രദറെ, ഞാൻ നിങ്ങളെ കണ്ടില്ല, സോറി, വെരി സോറി, ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. Someone told me that last seminar when I came, pastor did not look at me. I said that I'm sorry, I did not see you. ഇവിടെ ഈ പാവം പിടിച്ച ഞാനിതൊന്നും പറഞ്ഞില്ല. This poor man, I did not see them. ഈ തിരക്കുകൊണ്ട് എങ്ങനെങ്കിലും അങ്ങ് പോയെന്നുള്ളതേ ഉള്ളൂ. ആരെയും കാണാതിരുന്നതല്ല, മനഃപൂർവ്വം ചെയ്തതല്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തെറ്റിദ്ധാരണ വരികയും എന്നിട്ട് തീരുമാനിച്ചു സാമച്ചൻ ഭാഷയുടെ ഒരു കോൺഫറൻസിന് ഇനിയും പോകുന്നില്ല. Because of that I had a lot of people here and it was difficult to manage, so I just left. But that misunderstanding inside him, he decided, I will not go to any conference that he conducts. ഇദ്ദേഹം അത് തുറന്നു പറഞ്ഞതല്ലേ നല്ലത്? He spoke about it openly. Is that not better? രണ്ടുപേരുടെയും പ്രശ്നം അവിടുന്ന് മാറി. Both of us, that problem got ഇത് solved. ഞാൻ അറിയാൻ വയ്യാത്തവനായി നടക്കും, I will walk as if I don't know it. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തെറ്റിദ്ധാരണയും ഇരിക്കുക. And in his heart he will have a misunderstanding. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരുപാട് ബ്ലെസ്സിങ്ങിന്, ഹീലിങ്ങിന് ഒക്കെ തടസ്സമായി വരും. Such small problems will become hindrances for your blessings and healings. ഇവിടെ ഈ പിതാവിൽ കണ്ട കാര്യം ഒന്ന്, അവൻ എഴുന്നേറ്റ് ഫോർഗിവ്നെസ്, അവൻ ക്ഷമിച്ചു. രണ്ട്, അവൻ എല്ലാം മറന്നതിന്റെ ലക്ഷണമാ അവന്റെ കയ്യിൽ മോതിരമിട്ടു, അവന് വിശേഷമായ വസ്ത്രം ധരിപ്പിച്ചു, വിശേഷതയേറിയ പുതിയ ചെരുപ്പുകൾ അണിയിച്ചു. എന്താ അതിന്റെ അർത്ഥം? ക്ഷമിക്കപ്പെടാത്ത ഒരു സഹോദരൻ പറയുന്നു, എല്ലായ്പ്പോഴും ഞാൻ നിന്നോടുകൂടെ ഇരുന്നിട്ടും നീ എനിക്ക് ചെരുപ്പ് തന്നില്ല, നീ എനിക്ക് ഉടുപ്പ് തന്നില്ല, നീ എനിക്ക് മാലയോ മോതിരമോ തന്നില്ല, എല്ലാം നഷ്ടപ്പെടുത്തിയവന് കൊടുത്തു. ഇതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. This father, when we look at him, he forgave and he forgot. The sign that he forgot is because we can see that he was given a ring and a shoes for his feet, a new robes. But the brother who was not forgiving, he said, I was with you all this time, you did not give me anything. But that is the difference with Jesus. പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. Because of misunderstandings, it can become a reason for losing a lot of relationships. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്.
This is a word that we use a lot, misunderstanding. ഓ നീ ആണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് നമ്മെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ്. God never told us that I misunderstood you. He will love us. ആമേൻ. Amen. യേശു നമ്മെ പഠിപ്പിക്കുന്നത് What Jesus teaches us is, പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ്. it is our Father's love for us. ഹല്ലേലൂയ. Hallelujah. നമുക്ക് നഷ്ടപ്പെട്ട ഒന്ന് യേശു ക്രിസ്തുവിലൂടെ തിരികെ തന്നു. What we lost was given back to us through Jesus Christ. നാം മറ്റുള്ളവരെ ഹോണർ ചെയ്യുമ്പോൾ When we honor others, അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയി മാറ്റപ്പെടും. it turns to be a great blessing for us. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ When you do something for the Lord, ഹൃദയം തുറക്കുക. it opens his heart. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ When you give something, വന്നിരിക്കുക രണ്ട് ഭാഷന്മാര് വിസിറ്റിങ്ങിന്, അങ്ങനെ ചെയ്യരുത് കേട്ടോ. two pastors have come for visiting. They don't talk like that. കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല. Even if you don't give, it is okay. കൊടുക്കുമ്പോൾ When you give, ഇത് പോരാ, എനിക്ക് ഇച്ചിരി കൊടുക്കണമെന്നുള്ള നിലയിൽ ആ മനസ്സുകൊണ്ട് വേണം ബ്ലസ് ചെയ്യാൻ. you should bless in such a way where not enough, I wanted to give more. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഒരു ക്ഷണികമായ ജീവിതമേ ഉള്ളൂ. ആ സമയം ആമേൻ പൊളിറ്റിക്സും മറ്റ് ക്ഷമിക്കപ്പെടാത്ത കാര്യങ്ങളും കൊച്ചു കൊച്ചു വിഷയങ്ങളുമായി വിമർശനങ്ങളുമായി നിങ്ങൾ നീങ്ങരുത്. ഇനി ഒരു ചെറിയ സമയമേ നമ്മുടെ മുൻപിലുള്ളൂ. ആ സമയം പ്രാർത്ഥനയിലും ആരാധനയിലും ആത്മീകത്തിലും ശക്തിപ്പെട്ട് നാം മുന്നോട്ട് പോകണം. We have a small lifetime that we have on this earth. We have few more days left. In that time, don't waste your time in politics and other problems. Use that time mightily for the kingdom of God. യേശു നമ്മെ പഠിപ്പിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ്. Jesus teaches us about the love of the Father. സകല പാപങ്ങളെയും കഴുകിക്കളയുവാൻ അവന്റെ കൃപ മതി. His grace is enough to wash away all our sins. അവന്റെ സ്നേഹം നമ്മളെ സകല പാപങ്ങളിൽ നിന്നും വിടുവിച്ച് നമ്മളെ നീതിയിൽ നടത്തുവാൻ സഹായിക്കും. His love redeems us from all sins and helps us to walk in righteousness. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I will tell you one more thing and I will pray for you. He will give you great joy in his presence. യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് സ്വർഗീയമായ സന്തോഷം നൽകുന്നു. In his presence we will be given heavenly joy. ആമേൻ. Amen. ദൈവ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ലഭിക്കുകയാണ്. When we come into the presence of God, we are receiving a great joy. നിങ്ങൾ ഈ ആരാധനയിലേക്ക് വന്നതിന്റെ ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് നിൽക്കണം. When you came to the worship of God, the joy that is on your faces, it should stay. സങ്കീർത്തനം 16:11 ഒന്ന് വായിച്ചാട്ടെ. Psalm 16 verse 11. അവിടെ എഴുതിയിരിക്കുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. You have shown me the path of life. ആമേൻ. സന്തോഷത്തിന്റെ പരിപൂർണത ആമേൻ നിന്റെ വലതുഭാഗത്തുണ്ട്. At your right hand there is fullness of joy. ആമേൻ. ദൈവ സന്നിധിയിൽ വരുമ്പോൾ When you come to the presence of God, സന്തോഷത്തിന്റെ പരിപൂർണമായ സന്തോഷം, ഫുള്ളി എൻജോയ് ചെയ്യുന്ന ഒരു സന്തോഷം, ഒരു ബ്ലാക്ക് സ്പോട്ട് പോലും ഇല്ലാതെ സന്തോഷിക്കുന്ന ഒരു സന്തോഷമാണ് ദൈവസന്നിധിയിൽ നമുക്ക് ലഭ്യമാകുന്നത്. the joy that you receive in the presence of God is faultless. It has no problems. It is a fullness of joy that you receive. ഈ സന്തോഷം This joy, നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറിപ്പോകത്തില്ല. it will not go away according to your situations. ദൈവസന്നിധിയിൽ നിങ്ങൾ അനുഭവിച്ച സന്തോഷം ഒരു കഷ്ടത വരുമ്പോൾ ഒരിക്കലും മാറിപ്പോകത്തില്ല. The joy that you receive in the presence of God will not go away in the midst of troubles. ആമേൻ. നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാകുമ്പോൾ When you come to a relationship with God, ഒരിക്കലും വാടിപ്പോകാത്ത ഒരു സന്തോഷം നമുക്ക് കിട്ടും. we will receive a joy that does not change or wither away. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. Clap your hands. വാടിപ്പോകാത്ത സന്തോഷം എത്ര പേർക്ക് വേണം? How many of you need joy that does not wither away? അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കൈ ഉയർത്തി. വാടിപ്പോകുന്ന സന്തോഷം എനിക്ക് വേണ്ട. Only those people raise your hand. ചിലരുടെ സന്തോഷം എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ സന്തോഷമാണ്. Some people are happy when you get something. ഒരു ചുരിദാറോ സാരിയോ കേക്കോ പൈസയോ ജോലിയോ വണ്ടിയോ ഒക്കെ കിട്ടുമ്പോൾ സന്തോഷം. Your clothes, car, eatables, job. When you get something, you're happy. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ,
But when Jesus comes into your heart, നമുക്ക് കിട്ടുന്ന സന്തോഷം വാടുന്നതല്ല, വാടാത്ത ഒന്നാണ്. it is a joy that does not decrease, it does not wither away. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽ ഈ വാടാത്ത സന്തോഷത്തിൽ നിൽക്കണം. We should stay consistently in that joy. അവൻ ചിലര് പറയും ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമേ സന്തോഷമുള്ളൂ. ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ 24 hours സന്തോഷമാണ്. Some people say that there is joy only when we come for worship, but when Christ comes in your heart, 24 hours you can sustain in that joy. നാം ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ, When you walk along with Christ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, Bible there is a verse, അവന്റെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. the joy of the Lord is my strength. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ When we are in the presence of God, ഈ ദൈവിക സന്തോഷം the joy of God, ബലം തരുന്നു. it gives you strength. കൈ പൊങ്ങത്തില്ലെങ്കിൽ ഞാൻ ഈ കൈ പൊക്കുന്നത് എന്താണെന്നറിയോ? ഈ Even if- ദൈവസന്നിധി വരുമ്പോൾ ഈ വേദനയെല്ലാം മറന്ന് അറിയാതെ പൊങ്ങിപ്പോവാ. Even if I can't raise my hand, I will raise my hand in His presence, because in His presence I forget my ഈ pain. ഭാരം എല്ലാമായിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നാളത്തെ ഫീസ് അടയ്ക്കണം, നമ്മുടെ വീടിന്റെ കാര്യം, മറ്റു കാര്യം, റെന്റ്, ഇതെല്ലാം ലോണ്, ഇതെല്ലാം ഓർത്താ ഇങ്ങോട്ട് കയറി വരുന്നത്. ദൈവത്തിലുള്ള സന്തോഷം വരുമ്പോൾ ഇതിനകത്തൊരു പൂർണ്ണത വെളിപ്പെട്ടു വരും എന്നുള്ള കാര്യം മറന്നു പോകരുത്. We come to the church with a lot of burdens. We have rent, we have fees to pay, lot of problems, but in that joy we will forget everything. There is a fullness of joy in His presence. നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിലും Even in the midst of all our problems, ഈ സന്തോഷം this joy, നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. it will keep on strengthening us. ഏത് പ്രതികൂലം നിങ്ങൾക്ക് വരട്ടെ, Any problem you may have, എന്നാൽ ദൈവത്തിലെ സന്തോഷം വരുമ്പോൾ but when the joy of the Lord നാം comes, ബലപ്പെടുവാൻ ഇടയായിത്തീരും. we will be strengthened. ഈ സന്തോഷം നമ്മളിലേക്ക് വരുമ്പോൾ When this joy comes, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മളെ പിന്തുടരും. the peace that passes all understanding will start following you. ഒരു കാര്യം ഓർത്തോണം, One thing you should remember, അവന്റെ സന്നദ്ധിയിൽ സമയം നാം കണ്ടെത്തുമ്പോൾ when you search for time in His presence, നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ഇടയാകും. we will rejoice in our lives. ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe it this morning? ദൈവത്തിന്റെ പരിപാലനം, His care and protection, ദൈവത്തിന്റെ സംരക്ഷണം, His protection. ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണം നടന്നു എന്ന് വരുന്ന ഞായറാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ സാക്ഷ്യം പറയാൻ പോകുകയാണ്. You are going to testify that you have experienced His care and protection before next week. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ എല്ലാറ്റിനും ദൈവം സംരക്ഷണം നൽകുന്നു. God will protect you in your business, your family, and every aspect of your life. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ When you give to the Lord, ഒരു സ്തോത്രം ഒന്ന് കൊടുത്തേ, give us praise. ഒരു ഹല്ലേലൂയ ഒന്ന് കൊടുത്തേ, Give Him hallelujah. ആ അന്യഭാഷ ഒന്ന് കൊടുത്തേ. Give Him ഇത് chance. കൊടുക്കുമ്പോൾ തമ്പുരാന്റെ ഹൃദയം തുറക്കുക കേട്ടോ. He is opening His grace. അത് നിങ്ങൾക്ക് ചിലത് റിലീസ് ചെയ്യുക. It is releasing something for you. നിങ്ങൾ ശരിക്കൊന്ന് സ്തോത്രം ചെയ്തേ. Praise Him properly. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് റിലീസ് ചെയ്യും. God will release something for you. ഇന്ന് പകൽ ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. God is going to do some things for you that has never happened in your life. നിങ്ങൾ ഈ ആഴ്ചകളിൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വീണ്ടും അനുഭവിക്കാൻ പോകുന്നു. You are going to experience God's protection in these coming weeks. നിങ്ങൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുമ്പോൾ When you rejoice in the Lord, നിങ്ങളുടെ മനസ്സിന് ബലം കിട്ടും, your mind will be strengthened. നിങ്ങളുടെ ബോഡിക്ക് ബലം കിട്ടും, Your body will be strengthened. നെഗറ്റീവ് തിങ്കിങ് മാറിപ്പോകും, All your negative thoughts will go വലിയ away. മാറ്റങ്ങൾ സംഭവിക്കും. Changes will happen. യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകും. ദൈവം ചില കാര്യങ്ങൾ റിലീസ് ചെയ്യും. God will release something. ദൈവം ചില കാര്യങ്ങൾ റിലീസ് ചെയ്യും. God will release something. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. God will perform miracles for us. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. This morning I am going to pray for you. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, കരുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. God's protection and care is going to manifest in your life. എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ചാൽ Raise your hand and pray. കർത്താവിന്റെ കരം നിങ്ങളെ തൊടുകയാണ്.
God's hand is touching you. ഇന്ന് ഈ മീറ്റിംഗിനകത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സന്തോഷത്തിന്റെ വർത്തമാനം, ഒരു ആനന്ദത്തിന്റെ വർത്തമാനം, ഒരു ഗുഡ് ന്യൂസിന്റെ വർത്തമാനം അവൻ നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്നു. As you're sitting in this meeting, a good news, a letter of good news and information is being passed on to you. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ സിറ്റുവേഷൻസ് will be change. ദൈവം സാഹചര്യങ്ങളെ മാറ്റാൻ പോകുന്നു. God will change your situations. ഇന്ന് പകൽ കർത്താവ് എന്നെ കാണിക്കുന്നു. This morning God is showing me. ചിലരുടെ വിസ സ്റ്റാമ്പിങ്ങിനോട് ബന്ധപ്പെട്ട് ചില പ്രതികൂലം പോലെ ആഞ്ഞടിക്കും. ഭാരപ്പെടരുത്. ദൈവം നിങ്ങൾക്ക് ഒരു സന്തോഷ വർത്തമാനം മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നു. With regards to visa stamping, some of you may face problems. Don't be afraid. God will do great miracles for ഈ you. ഹോളിനകത്ത് വിസ റിജക്ട് ചെയ്യപ്പെട്ട ഏതോ ചില വ്യക്തികൾ നിപ്പുണ്ട്. കർത്താവ് പറയുന്നു, ആമേൻ, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം റിജക്ട് ചെയ്ത വിസ സ്ഥാനത്ത് ദൈവം അത് സ്റ്റാമ്പ് ചെയ്യിക്കാൻ പോകുകയാണ്. There is somebody in this hall, your visa was rejected once, twice, many times, but God is saying your visa status is being pushed to a positive status. അടുത്ത ചില ആഴ്ചകളിൽ ദൈവം ചിലത് ചെയ്യാൻ പോകും. In the next few weeks, God is performing a miracle. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ When God will do something for you, നിന്റെ ബാങ്ക് ബാലൻസ് നോക്കത്തില്ല. don't look at your bank balance. നിന്റെ പണം നോക്കത്തില്ല. He will not look at your money. നിന്റെ സിറ്റുവേഷൻ നോക്കത്തില്ല. Don't look at your situation. അവൻ വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. He is a God who is powerful to keep you from falling and stumbling. ദൈവം വാതിൽ തുറക്കുന്നു. God is opening a door. ചില യാത്രയ്ക്കുള്ള വാതിലുകൾ തുറക്കുന്നു. Some doors for journeys are being opened. ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു. This morning some doors are open for you. അത് ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. No one can close it. അത് ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. No one can close it. ഇന്ന് പകൽ നിങ്ങൾ എല്ലാവരും വാ തുറന്ന് പ്രാർത്ഥിക്കാൻ. This morning open your mouth and pray. ഇന്ന് ചില വാതിലുകൾ തുറക്കാൻ പോകും. Some doors are being opened. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകും. For your children some doors are being opened. നിന്റെ ഫാമിലി ലൈഫിന് വേണ്ടി ചിലത് തുറക്കാൻ പോകും. For your family life some doors are opened. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ And I pray now ഈ വന്ന ജനത്തിന്റെ മേൽ for these people. അങ്ങയുടെ കരം തൊടുക. Your hand is touching them. രോഗസൗഖ്യം സംഭവിക്കട്ടെ. Healing, let it happen now. ജനറേഷന്റെ മേൽ സൗഖ്യം ഉണ്ടാകട്ടെ. Let there be healing on generations. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. എല്ലാ ക്യാൻസറുകളും മാറിപ്പോകട്ടെ. Let cancer go away. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. എല്ലാ സിക്നസും മാറട്ടെ. All sickness go away. എല്ലാ പ്രോബ്ലംസും മാറട്ടെ. All problems go away. എല്ലാ ഭയവും മാറട്ടെ. Fear go out. ബിസിനസ് ഡോറുകൾ തുറക്കട്ടെ. Business doors be opened. എല്ലാ backsliding areasഉം ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. All the areas that has been problems, we are cancelling it. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. എല്ലാ ഫാമിലി ഇഷ്യൂസും ഞങ്ങൾ ക്യാൻസൽ ചെയ്യും. All family issues, we are cancelling it. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഫിനാൻഷ്യൽ ക്രൈസിസും ഞങ്ങൾ ക്യാൻസൽ ചെയ്യും. we cancel financial crisis. Every sickness be healed in the name of Jesus. എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. Let it be healed now. മാരക രോഗങ്ങൾ മാറട്ടെ. Let there be any sickness. ലിവർ സിറോസിസ് മാറട്ടെ. Liver cirrhosis go away. എല്ലാ ഹൈ ഡയബറ്റിക് മാറട്ടെ. Every eye problems move away. ഇപ്പോൾ സൗഖ്യമാകട്ടെ. Let there be healing right now. ആർക്കൊക്കെയോ ചില ഹോർമോണുകൾ ചേഞ്ച് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. God is changing some hormonal problems right now. ആമേൻ. മക്കളില്ലാത്ത ചിലര് കൺസീവ് ചെയ്യാൻ പോകും. Childless people are conceiving. ചിലരുടെ യാത്രകൾക്ക് വഴികൾ തുറക്കാൻ പോകും. For your journeys, ways are being opened. യേശുവിൻ നാമത്തിൽ In the name of Jesus. ഈ ജനത്തെ bless you. I bless these people. കർത്താവ് അനുഗ്രഹിക്കണമേ. May God bless you. യേശുവിൻ നാമത്തിൽ In the name of Jesus.